ഹേ ഗൈസ്, വാട്ട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡി. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഗെയിമായിട്ടാണ്. ഹണ്ടർ ഗെയിം എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ഈ ബ്ലാക്ക് ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ലൈക്കും സബും ചെയ്യാനാണ്. നമുക്ക് വെറും 4 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, പൂവറാണ്. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ വലിയ കറ ഓഫ്ലൈൻ എസ്കേറ്റ്സ് ആയിട്ട്. അപ്പോൾ നമ്മളിന്നൊരു ഹണ്ടർ ഗെയിമാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്നൈപ്പർ ഗണ്ണുണ്ട്, പിന്നെ ഒരു ബൈനാക്കുലറുണ്ട്, പിന്നെ നമുക്കൊരു ആട് കരിയുന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കില്ല, കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തപ്പോൾ കേൾക്കും. പക്ഷേ ഞാൻ ഈ എല്ലാ വോയിസും ഞാൻ കട്ടാക്കിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിം നമുക്ക് വേണമെങ്കിൽ റോബ്ലോക്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിന് മേളിൽ കിടക്കാനുണ്ടാവും. ഞാൻ അങ്ങനെ കിടക്കേണ്ടത് കണ്ടിട്ട് ഞാൻ കയറിയപ്പോൾ ഒരു മാനിനെ കൊന്നിട്ട്, ഞാൻ ഇതുവരെയായിട്ട് ഒരു സാധനത്തിനെ കൊന്നിട്ടില്ല, ഒരു മാനിനെ കൊന്നു. ഈ വീഡിയോയിൽ ഞാൻ ഒരെണ്ണത്തിനെയും കൊല്ലുന്നില്ല, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതെന്തായാലും വീഡിയോ എടുത്തില്ല, എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞേക്കാം, വേണ്ടവർക്ക് കാണുക, ഇല്ല വേണ്ടവർക്ക് കാണാനില്ല, എല്ലാവരും ഉറപ്പായിട്ട് കാണുക. നമ്മൾ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കണത്. നമ്മൾ ഈ ഫുഡ് സ്റ്റെപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പ് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഈ ഓറഞ്ച് കളറിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പ് എല്ലാം എവിടേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരും. നമുക്കിങ്ങനെ വെള്ള കളർ കാണാനായിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ എല്ലാത്തിനും ഞെക്കണം, എന്നാലേ നമുക്ക് അവിടെയുള്ള ഫുഡ് സ്റ്റെപ്പൊക്കെ നമുക്ക് സ്പോൺ ആകത്തുള്ളൂ. ഇതൊരു ഡിയറിൻ്റെ ഫുഡ് സ്റ്റെപ്പാണ്. ഞാൻ മാത്രമല്ല, ഞാൻ പബ്ലിക് സെർവറിൽ കളിക്കാം. നമുക്ക് പ്രൈവറ്റ് സെർവറിൽ വേണമെങ്കിൽ കളിക്കാം. നമുക്ക് പ്രൈവറ്റ് വേണ്ട, നമുക്ക് പബ്ലിക് മതി. പബ്ലിക് ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാമല്ലോ. ഓക്കെ, ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പും കൂടി തന്നെ. നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെ നോക്കി നോക്കി പോവാം. അതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, ഈ ഡിയറിൻ്റെ ഫുഡ് സ്റ്റെപ്പാണ്. ഡിയർ ഇങ്ങനെ ചാടിച്ചടിയില്ല പോണേ, മാനല്ലേ സാധനം. ഓക്കെ, നമ്മൾ എവിടെയാണെന്ന് അറിയില്ല. ഇത് ആഫ്രിക്കൻ കാർഡാണ്. ആഫ്രിക്കൻ കാർഡൊന്നുമല്ല, അല്ലാതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ഏതൊരു ഉണങ്ങി പിടിച്ച വരേണ്ട സ്ഥലമാണ്. നമുക്ക് ഇതിലില്ലേ, നമുക്ക് ഏറ്റവും റയർ ലയണിനെ ഹണ്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു ഡിയറിനെ ഹണ്ട് ചെയ്തു, എനിക്ക് അപ്പം തന്നെ 6000 എങ്ങാണ്ട് പൈസ ആയിട്ടുണ്ടായിരുന്നു. 6000 അല്ല, 5000 രൂപയായി. 6000 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്നൈപ്പർ ഗണ്ണ് വാങ്ങാം. ഇത് എങ്ങോട്ടൊക്കെ ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ. ഇത് ഇനി ഇങ്ങോട്ട് ഇത്. ഓക്കെ, ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെയൊക്കെ നോക്കാൻ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതാണ്ട് ദാണ്ട് കിടക്കണ്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവും. അതാ. ഓഹ്, ഈ ഫുഡ് സ്റ്റെപ്പ് തിരഞ്ഞെടുത്ത് ഞാൻ മടുത്തല്ലോ. എനിക്ക് ഹണ്ട് ചെയ്യണം പോയി. നമുക്ക് കുറേ ദൂരം പോയല്ലോ. അപ്പോൾ കുറേ നല്ലോണം ജീവികളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും? ഞാൻ ആട് പോലെ കറിയുന്ന സാധനമില്ലേ, അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കേൾക്കണ്ടാവില്ല, കാരണം ഞാൻ വോയിസ് അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ വോയിസ് ക്യാൻസൽ ചെയ്തേക്കാണ്. എഡിറ്റ് ചെയ്യണതിൽ പോയിട്ട് ക്യാൻസൽ ചെയ്തേക്കാണ്. ഓക്കെ, എന്നാണ് സൗണ്ട്. നമുക്ക് ഈ ഫുഡ് സ്റ്റെപ്പിൻ്റെ പരിപാടി വിട്ടാലോ ഗൈസ്? നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പോയി ഹണ്ട് ചെയ്യാം. എന്നാൽ ഗൈസ് നമുക്ക് ഫുഡ് സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഫുഡ് സ്റ്റെപ്പിൻ്റെ കാര്യങ്ങൾ വിട്ടിട്ട് നമുക്കൊക്കെ അങ്ങോട്ട് പോയി ഏതെങ്കിലും ഹണ്ട് ചെയ്യാൻ നോക്കാം. ഹണ്ട് ചെയ്യുന്ന ഹണ്ടിങ് ഗെയിം അല്ലേ, ബൈനാക്കുലറൊക്കെ വെച്ച് നോക്കാം എന്തെങ്കിലും ഉണ്ട്. അവിടെ ഒരുത്തനുണ്ട്, അവനെന്താ ചെയ്യണേന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവനവിടെ എന്തോ ഒത്തിരി വെടിവെക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ സാധനം, അവിടെ എന്തോ ഉള്ള പോലെ. അതാ
അവനെന്തിനോ ഹണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ എന്താ ഉള്ള അവനെന്തോ ഹണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. സ്നൈപ്പർ ഇത് സ്നൈപ്പ് ചെയ്യുന്നുണ്ട്. എന്തോ പറഞ്ഞതിനാ ഹണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വെറുതെ അവിടെ വരെ പോയി നോക്കാം. ഓക്കേ, അപ്പോൾ ഞാൻ അങ്ങോട്ട് വെറുതെ വെടിവെച്ചാട്ടോ. അപ്പോൾ അവനെന്തോ ഒന്നിനെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അവനെ കണ്ടറിയാം. എനിക്ക് അവനെ കണ്ടേ സംശയം തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഓടിപ്പോകാം. നമ്മൾ ഓടുന്ന സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ കണ്ടില്ലേ നമുക്കൊരു ശബ്ദം പോലെ, അത് നമ്മുടെ ശബ്ദമല്ല, അത് നമ്മുടെ ഫുഡ് സ്റ്റെപ്പാണ്. നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡിയറിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ഇവിടെ വരെയുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ഓടിപ്പോവാം. അല്ലെങ്കിൽ പതുക്കെ നടക്കുകയാണെങ്കിൽ ഓടുന്ന സാധനം ഓഫാക്കി കഴിഞ്ഞാൽ, ഓ മാനല്ലേ ഇത്, ഒരു ഡിയറല്ലേ ഇത്, നമ്മളതിനെ ചത്ത ശരി. ഓ വെറുതെ അതാ അവൻ ഹണ്ട് ചെയ്തിട്ടേക്ക് ആ സാധനമാണ്. അവൻ ഹണ്ട് ചെയ്തിട്ടേക്ക് കേട്ടോ. എൻ്റെ ചത്ത ശരീരത്തിലേക്ക് വെടിവെച്ച് നോക്കാം. ചോരയും തീർക്കുന്നില്ല. നേരത്തെ ഞാൻ വെടിവെച്ചപ്പോൾ ചോര തീർച്ച് കേസ്. എൻ്റെ രണ്ടുണ്ട് അതിൻ്റെ മേത്താണ്. എന്തുപോലെ നമുക്ക് ദൂരേക്ക് പോയി നോക്കാം. അവിടെ ദൂരെ എന്തെങ്കിലും ആനിമൽ ഉണ്ടാവും. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. ഇന്ന് 2 വീഡിയോ വരുന്നതായിരിക്കും ഉറപ്പിച്ച്. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇടിച്ച് 2 വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 2 വീഡിയോ എടുക്കല്ലോ, ഒരു വീഡിയോ ഇടാനേ നടക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു വീഡിയോ. ഇന്നലെ ഞാൻ ബ്രേക്കിംഗ് സ്റ്റോറീൻ്റെ ഒരു വീഡിയോ എടുത്തു. പക്ഷേ അതിൻ്റെ ലോങ് ആയി, ഇപ്പോൾ ഞാൻ എടുത്തില്ല. ബ്രേക്കിംഗ് സ്റ്റോറി ഞാൻ 2 വട്ടം എടുക്കാൻ നോക്കി വീഡിയോ, എന്നിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്കിംഗ് സ്റ്റോറി ഇനി ഇടില്ല എന്ന് വിചാരിച്ചു. ഇടുന്നില്ല. പറ്റുകയാണെങ്കിൽ ഇടാം. 23 മിനിറ്റൊക്കെ പോകും ഗൈസ് ബ്രേക്കിംഗ് സ്റ്റോറി. നമ്മൾ അത്രയും മിനിറ്റൊന്നും പോകാത്തെങ്കിൽ നമുക്ക് അത്രയും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഹണ്ടിങ് പരിപാടിയിലേക്ക് നടക്കണ്ടേ. ഹണ്ടിങ് അല്ലേ നമുക്ക് പ്രധാനം. ഓക്കെ ഗൈസ്, ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കൈ തട്ടി ഒന്ന് ബാക്കായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇപ്പോൾ നിൽക്കുകയാണ്. ഓക്കെ, അവിടെ എന്തോ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. 2 പേര് ഇല്ല. ഓക്കെ, നമ്മളിവിടെ കുറേ ദൂരെ വന്നിട്ടുണ്ട്. ഓക്കെ, ലയണിനെയൊക്കെ ഇല്ല ഹണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞോന്ന് എനിക്കറിയില്ല. ലയണിനെ ഹണ്ട് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ടുള്ള റയർ സാധനം ലയണാണ്. ലയണിനെ ഹണ്ട് ചെയ്യുന്ന മെയിൻ സാധനം. ലയണിനെ ഹണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. ഇതിൽ നമുക്ക് ബൈനാക്കുലേഴ്സ് നല്ലോണം വാങ്ങാൻ പറ്റും. ഓക്കെ, സ്നൈപ്പറും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒറ്റ സാധനത്തിൽ കാണുന്നത് തന്നെ ലൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കുറേ ദൂരം പോകാം. നമുക്ക് എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ, മാനോ എന്താ ഡിയർ ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ സ്നൈപ്പ് ചെയ്ത് നോക്കില്ല. അവിടെ വരെ നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങാനും മാനിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സ്നൈപ്പ് ചെയ്ത് വെടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ വിൽക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ദൂരം നടന്നു വരണ്ടേ? പറ്റൂല. നമുക്ക് ഇവിടെ നിന്ന് സ്നൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവിടെ ഒന്നുമില്ല. നമുക്ക് ആ മലേൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല ഗൈസ്. ഞാൻ ആകെ ഗെയിമിൽ ഒരു മാനെ വെടിവെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഒന്നിനെ ഹണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എന്തെന്ന് എനിക്കറിയുന്നില്ല. എനിക്ക് ഒന്നിനെ ഹണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മാനെങ്ങാണ്ട് ഹണ്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു അവിടെ എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഒരു ഇതുണ്ട്, ഫുഡ് സ്റ്റെപ്പ് നമുക്ക് സീ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം. അവിടെ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. നടന്നാൽ ഒന്നും എത്തത്തില്ലല്ലോ. ഓടിയാലോ നമുക്ക് ഓടാം ഗൈസ്, നമുക്ക് ഓടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയേക്കാം. അയ്യോ, എനിക്ക് മടുത്തു ഗൈസ്. അത്രയും ദൂരം ഇനി നടന്നു പോകണം. റോബ്ലോക്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഡു ലൈക്ക്, അതും
കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ. നമ്മൾ വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ, ഷോർട്സ് നമ്മളിപ്പോൾ ഇടുന്ന തന്നെ ഇല്ല. ഇന്ന് തന്നെ നമ്മൾ 2 വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ഭക്ഷണം കഴിച്ചിട്ട്, ഉച്ചഭക്ഷണം കഴിച്ചിട്ട്. ഈ 1:39 ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. ഓക്കേ, അങ്ങോട്ട് പോവാം. അയ്യോ, ഇവിടെ ഒന്നും ഒരു വൃത്തിയുടെ മാനൊന്നും ഇവിടെ, ഈ മാനൊക്കെ ഇവിടെ വന്നൂടെ? മാനിനും പുലിക്കൊക്കെ ലയണിനുമൊക്കെ എന്തിനാണ് അത് വേറെ സ്ഥലത്ത് പോയിക്കണേ? നമ്മൾ പുതിയ ബയോം വരെയും കണ്ടുപിടിച്ചിട്ടുണ്ട് ചേച്ചി. ഇവിടെ വരെയും വന്ന് നമുക്കിനി അങ്ങോട്ട് നടന്നാലോ അത് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ചേച്ചി? ഇത് ഒന്നും കൂടി ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നിനെ കാണുന്നില്ലല്ലോ ഗൈസ്. ഓക്കെ, ഒരു മലയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നായം പോലെ ഉണ്ടാകും. അത് ഗ്ലിച്ച് അടിക്കുന്നതാണ്. അത് ഒന്നും എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. അവിടെ എന്തോ ഉള്ള പോലെ തോന്നില്ലേ? സ്നൈപ്പ് ചെയ്ത് നോക്കണോ? സ്നൈപ്പ് ചെയ്യണ്ട, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ഗൈസ്? അതല്ല നല്ലത്, ഒന്ന് സ്നൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ ഒന്നിനെ കാണുന്നില്ലല്ലോ. ഒരു സാധനത്തിന് എനിക്ക് വീഡിയോയിലൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതിപ്പോൾ 12 മിനിറ്റ് ആവാനായി. അവിടെ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇവിടെ നിന്ന് നോക്കി ഒന്നിനെയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നല്ല വീഡിയോ ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇന്ന് തന്നെ നമ്മളിടും. അത് സൈറനൈറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. ബൈ.